1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ട്രാഫിക് പോലീസ് ഒന്നുമല്ല, റിട്ടയർമെന്റ് ഇല്ല, ഒപ്പ് രേഖപ്പെടുത്താൻ ഹാജർ പട്ടികയൊന്നുമില്ല. പ്രതിഫലമൊന്നുമില്ലെങ്കിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ബസ് കയറ്റി വിടാൻ ഹബീബ് എപ്പോഴും മമ്പാട്ടങ്ങാടിയിലുണ്ടാവും. സ്നേഹമുള്ളവർ സ്നേഹത്തോടെ കോയ എന്ന് വിളിക്കും. റിപ്പോർട്ടർ സാജിദായി പകർത്തിയ കാഴ്ചകൾ കാണാം. തിരക്കേറിയ നിലമ്പൂർ മഞ്ചേരി പാതയിൽ മമ്പാട്ടങ്ങാടിയിൽ ബസ് കാത്തു നിൽക്കുന്ന ഈ സ്ഥലത്ത് വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ്. അവരും മറ്റു യാത്രക്കാരും ബസ് ജീവനക്കാരുമൊക്കെ വലിയ സന്തോഷത്തിലാണ്. സ്കൂൾ സമയത്ത് ഹബീബ് എന്ന കോയ മമ്പാട്ടെ സ്റ്റാൻഡിലുണ്ടാകും. കുട്ടികളെ ബസ് കയറ്റി വിടാനുള്ള നീണ്ട നിൽപ്പാകുമത്. ഒപ്പം മമ്പാടങ്ങാടിയിലെ ഗതാഗതക്കുരു കഴിക്കാനും കോയയുടെ ഒരു കൈ സഹായമുണ്ടാകും. വർഷങ്ങളേറെയായി കോയ ഈ സേവനം തുടങ്ങിയിട്ട്. അവധി ദിവസങ്ങളിലൊഴികെ കോയ ഇവിടെ തന്നെ കാണും. വൈകിട്ട് 3 തുടങ്ങുന്ന നിൽപ്പ് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞേ നിർത്തും. 5:30-6 മണിയാകും മടങ്ങാൻ. മറ്റു യാത്രക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കാനും കോയ മുൻപന്തിയിലുണ്ടാകും. ഓരോ ബസ് വരുമ്പോഴും നിശ്ചിത എണ്ണം കുട്ടികളോട് കയറാൻ നിർദ്ദേശിക്കും. ഡബിൾ ബെല്ലടിച്ചു വിടാൻ ബസ് ജീവനക്കാരോടും നിർദ്ദേശിക്കും. ഈ സേവനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെ: സഫലമേ യാത്ര, കോയാക്ക ഞങ്ങളുടെ മുത്താണ്. കോയാക്ക ഞങ്ങൾക്ക് ഉപ്പയെ പോലെയാണ്. ഞങ്ങൾ സുരക്ഷിതരാണ്. നമ്മളെപ്പോഴും ഇപ്പനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ പെൺകുട്ടികളെല്ലാവരും വീട്ടിലെത്തിക്കാന്നുള്ള ഏറ്റവും നല്ലൊരു ചിന്താഗതി വെച്ചിട്ടാണ് കോയാക്ക ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കുറേ കാലമായി. ഞാൻ വന്ന മുതൽ, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്, ഞാൻ വന്ന മുതൽ കോയാക്കനെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓ, സേഫാണ്. ഞങ്ങൾ എത്ര നേരം വൈകിയാലും ഞങ്ങളെ കൂടെ കോയാക്ക നിൽക്കും. മമ്പാട് MES കോളേജിലെയും 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ഇവിടെ ബസ് കയറാനെത്തുന്നത്. വിദ്യാർത്ഥികൾ എത്ര നിറഞ്ഞാലും ഇവിടെ ഒരു പ്രത്യേക അച്ചടക്കമാണ്. ആരും തിക്കി തിരക്കില്ല, തള്ളിക്കയറില്ല. എല്ലാവരെയും ബസ്സിൽ കയറ്റിവിട്ടേ കോയ മടങ്ങുമെന്ന് കുട്ടികൾക്കും അറിയാം. കോയക്ക ഇവിടെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ബസ് കയറാനതിനൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കും. ചില ബസ്സുകാരൊന്നും കുട്ടികളെ അങ്ങനെ അധികം കയറ്റൂല. കോയക്ക ഉണ്ടാകുമ്പോൾ ഒരു ബസ്സിൽ 10 കുട്ടികളെന്ന് വെച്ചിട്ട് ആ ലിമിറ്റിൽ കയറ്റി കൊടുക്കും. അതിപ്പം മൂപ്പര് വേറൊരു പ്രതിഫലം ഇതിൽ ഇല്ല മൂപ്പർക്ക്. അതൊരു സേവനമായിട്ട് തന്നെയാണ് കുറേ കാര്യങ്ങളായിട്ട് മൂപ്പര് ചെയ്തു കൊടുക്കുന്നുണ്ട് നാട്ടിൽ. പിന്നെ നല്ലൊരു വ്യക്തിയാണ്, നമ്മളായിട്ട് നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെയാണ്. പെൺകുട്ടികളുടെ കാര്യത്തിലേക്കും സുരക്ഷിതത്വം തന്നെയാണ് മൂപ്പര് പെൺകുട്ടികളുടെ കാര്യത്തിലേക്കുള്ള. കാരണം എന്താ വെച്ചാൽ സ്കൂൾ വിട്ട ടൈം പിന്നെ ഒരു കുട്ടി പോലും ഇവിടെ ഉണ്ടാവില്ല. മൂപ്പര് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ബസ് കയറ്റി വിട്ടിട്ടാണ് മൂപ്പര് പിന്നെ വീട്ടിൽ പോകാറ്. എല്ലാവരും പോകുന്നതോടെയാണ് കോയയും ഒന്ന് സന്തോഷിക്കുക. വൈകിട്ട് സ്കൂൾ സമയം മമ്പാടങ്ങാടിയിൽ മുൻപ് ഗതാഗത തടസ്സം രൂക്ഷമായിരുന്നു. കോയയുടെ സേവനത്തോടെ ഇതൊക്കെ കുറഞ്ഞു. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നിന്നോ മറ്റോ ആംബുലൻസ് പുറപ്പെട്ടാൽ മമ്പാട്ടെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ പലരും ഇദ്ദേഹത്തിന്റെ സേവനം തേടാറുണ്ട്. ഇതുവഴിയുള്ള ബസ്സുകാർക്കെല്ലാം കോയ ഇന്ന് സുപരിചിതരാണ്. കുട്ടികളുമായി നല്ല സുഹൃത്ത് ബന്ധവും. ബസ്സുകളുടെ പേരും സമയവും ഒക്കെ ഇദ്ദേഹത്തിന് കാണാപാഠമാണ്. ബസ് സമയം അറിയാൻ പലരും സഹായം തേടാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ കുട്ടികളെ കാണുമ്പോൾ നിർത്താതെ പോകുന്ന ബസ്സുകൾ ഉണ്ടായിരുന്നതായി കോയ പറഞ്ഞു. മാത്രമല്ല, തിരക്ക് പിടിച്ച റോഡാണ് മമ്പാടങ്ങാടിയിലേത്. യാത്രക്കാർക്ക് പേരിന് പോലും ഒരു ബസ് സ്റ്റാൻഡോ ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ ഇല്ല. പ്രായമായവർ പോലും ബസ്സിന് വേണ്ടി പൊരുവയിൽ കാത്തിരിക്കണം. അങ്ങാടിയിൽ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം വിട്ടുകിട്ടാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയകരമായില്ല. അടിയന്തരമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമെങ്കിലും ഇവിടെ ആവശ്യമാണെന്ന് കോയ പറഞ്ഞു. MES കോളേജ്, MES ഹൈസ്കൂള്, ഇങ്ങനെ +2 എല്ലാ കുട്ടികളും ഒരു 10-600 കുട്ടികളോളം ഇവിടെ ബസ് കയറാൻ വരുന്നുണ്ട്. അത് അരീക്കോട് ഭാഗത്തേക്കുള്ളതിനും മഞ്ചേരി ഭാഗത്തേക്കുള്ളതിനും അങ്ങനെ 3 മണി ടു 6 മണി വരെ ഇവിടെ ഫുള്ള് കുട്ടികൾ കയറാണ്ടാവും. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഓങ്കാടിയിൽ ഇപ്പോൾ വരവ് കുറവാണ് എങ്കിലും ഇവിടെ ട്രാഫിക്കിൽ നിൽക്കും. അതുപോലെ കുട്ടികൾ ബസ്സായിട്ടാണ് ഒരു 10-25-30 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കേണ്ടതാണ്. രാവിലെ 9 മണിക്ക് നല്ല ബ്ലോക്ക് വയ്ക്കാറും ആ ബ്ലോക്ക് തീർക്കും. ഞാൻ ട്രാഫിക്കിലേക്കും. പിന്നെ ഇവിടെ സ്കൂൾക്ക് ബസ് കയറി ഞാനും വളരെ സഹകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു കുട്ടികളെത്ര കുട്ടികളൊരു ബസ് കയറ്റി പോകും. അതുപോലെ പ്രായമുള്ള ആൾക്ക് ആദ്യം ടിക്കറ്റ് കയറ്റിയതിൻ്റെ ദിവസം കുട്ടികൾ കയറും. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത അതാണ്. ആദ്യം ടിക്കറ്റ് കയറും, പിന്നെ കുട്ടികൾ കയറുള്ളൂ. അത് കുട്ടികൾ കയറ്റുന്നതിന് ബസ്സുകാർക്കൊരു ബുദ്ധിമുട്ടില്ല. അതൊരു ബസ്സുകാരും നമ്മൾ വളരെ സഹകരണത്തോടുകൂടി മുന്നോട്ടാണ്. ഇവരുമായി പലപ്പോഴും വഴക്കിടേണ്ടി വന്നിട്ടുമുണ്ട്. ഒരിക്കൽ പിടിവലിയിൽ തന്റെ കുപ്പായം പോലും കീറിയ സംഭവം നന്നായി ഓർക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിയെല്ലാം മാറി. നിശ്ചിത എണ്ണം കുട്ടികളെ കയറ്റുന്നത് കാരണം ബസ്സുകാർക്കും ഈ സേവനത്തിൽ സംതൃപ്തിയാണ്. എല്ലാ ബസ്സുകാരും ഇവിടെ നിർത്തിക്കൊടുക്കും. ദൂരയാത്രക്കാരെ ആദ്യം കയറ്റിവിടാൻ മുൻഗണന നൽകാറുണ്ട്. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങും. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തിന്. മകൻ ബിരുദ പഠനം പൂർത്തിയാക്കി വിദേശത്താണ്. മകൾ മമ്പാട് MES കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഈസ്റ്റ് ലൈവ്, മമ്പാട്.